ശ്രീപത്മനാഭ നാരായണ. വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ പരാശക്തി രൂപത്തിലേക്ക്, ആ ദേവി എന്ന ശക്തിയുടെ നാരായണ സ്വരൂപത്തിലേക്ക് എത്തുന്നത് എങ്ങനെ എന്നുള്ള വരികളാണ്. പരമം യോ മഹത്തേജ പരമം യോ മഹത്തപഃ. പരമം യോ, പരമം അതായത് പാരമ്യത്തിലേക്ക് എത്തിക്കുന്ന ശക്തി, പാരമ്യം അതായത് പരാ എന്നൊരു രൂപം, അപര പര, നമ്മൾ പരാശക്തി, പരമേശ്വരൻ, പരമേശ്വരി. അപ്പൊ എന്തോ ഒന്ന് ലിമിറ്റിനുള്ളിൽ, പരിധിയിൽ, നമ്മളുടെ പരിമിതിയിൽ ഒതുങ്ങുന്നതല്ലാത്ത ശക്തി എന്തോ ഒന്ന് ഉണ്ട്. നമ്മളാൽ ഒരിക്കലും അത് അളന്ന് ചിട്ടപ്പെടുത്തി എത്തിച്ചേരാനാകാത്ത ഒരു ശക്തി, പാരമ്യത്തിൽ എത്തിക്കുന്ന ശക്തി, അതിനെയാണ് പരമം, പരമമായത്. അപ്പോൾ ഇവിടെ പരമം യോ മഹത് തേജ, മഹത്തരമായ തേജസ്. മഹത്ത് എന്നാൽ അഹം ഇല്ലാതാവുന്ന ഇടത്താണ് മഹത് എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള ആ മഹത്ത് എത്തുന്ന അവസ്ഥ, അഹം ഇല്ലാതാവുന്നു, ഞാൻ ഇല്ലാതാവുന്ന ഒരു ലയം, ഒരു ചേരലിനെയാണ് മഹത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള തേജസ്സിലേക്ക്, പ്രകാശം എന്ന് പറയാം, ലൈറ്റ് എന്നൊക്കെ പറയാമെങ്കിലും തേജസ് വേറെയാണ്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ, പക്ഷെ അത് തേജസ് ആണോ എന്ന് ചോദിച്ചാൽ തേജസ്സിന്റെ രൂപം മാത്രമാണ്, ആവശ്യത്തിന് ഉതകുന്ന പ്രകാശം. തേജസ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഈ കണ്ണുകൾക്കോ ഒരിക്കലും സാധിക്കുന്നതല്ല. അപ്പോൾ ഏതാണ് ആ മഹത്തരമായ തേജസ്? അതാണ് ശ്രീമന്നാരായണൻ, ആ ശക്തി. നമ്മളാൽ തിട്ടപ്പെടുത്താനാകാത്ത തരമുള്ള ആ തേജസ്സിന്റെ രൂപം, അതിന്റെ പാരമ്യാവസ്ഥയിൽ നീയാണ്. പരമം യോ മഹത്തപഃ, ആ പാരമ്യത്തിലെത്തിക്കുന്ന ആ ശക്തിയായ ഞാൻ എന്ന ബോധം ഇല്ലാതാകുന്ന തപസ്സും നീ തന്നെ. തപസ് എന്നാൽ ഇതുപോലെ താടിമുടി വളർത്തി കഷായമിട്ട് ഇങ്ങനെ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നത് മാത്രമല്ല തപസ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന, ഇടപെടുന്ന ഈ നിമിഷവും തപസ്സാണ്. കാരണം എന്തോ ഒന്ന് ഇവിടെ തപം ചെയ്യുന്നു, തപിക്കപ്പെടുന്നു. എന്താണ്? ഈ പറയുന്നതിലൂടെ ശ്രീമന്നാരായണന്റെ ശക്തി രൂപം എത്തുന്നു. അപ്പോൾ അത് തപസ് തന്നെയാണ്. അങ്ങനെയുള്ള ഞാൻ എന്ന അവസ്ഥ മാറുന്ന ഈ തപസ്സും നീ തന്നെ. മഹത്തപഃ പരമം യോ മഹത് ബ്രഹ്മഃ. ആ നിമിഷത്തിൽ ഒരു ബ്രഹ്മാവുണ്ടാകുന്നു, സൃഷ്ടി ഉണ്ടാകുന്നു. എങ്ങനെ? പാരമ്യത്തിൽ എത്തിക്കുന്ന ഞാനെന്ന ബോധമില്ലാതാകുന്ന ഒരു സൃഷ്ടി. ആ സൃഷ്ടി എന്ന അവസ്ഥയാണ് ഇവിടെ ബ്രഹ്മ. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ബ്രഹ്മദേവനെയും എടുക്കാം, സൃഷ്ടി തത്വത്തെയും എടുക്കാം. അപ്പോൾ സൃഷ്ടി തത്വം ഈ ലയിക്കപ്പെടുന്ന ശക്തിയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ആ നിമിഷത്തെ പരമം യഹ പരായണം, പാരമ്യത്തിലെത്തിക്കുന്ന, നമ്മളുടെ ശരീരത്തിന് ഒരിക്കലും എത്തിച്ചേരാനാകാത്ത, പരിമിതികളിൽ ഒതുക്കാനാകാത്ത, പരിധികളില്ലാത്ത ഒരിടത്തേക്ക്, ആ തേജസ്സിലേക്ക്, ആ തപസ്സായ നിന്നിലേക്ക്, എൻ്റെ തന്നെ സൃഷ്ടി എന്ന് ഞാൻ പറയുമ്പോഴും ഈ പരായണം എന്താണ്? പാരായണമല്ല, പരായണം. ആ പരാ എന്ന ആ ഇടത്തേക്ക് അയനം ചെയ്യിക്കുന്നു നീ. ഇതെല്ലാം വിഷ്ണു സഹസ്രനാമത്തിലൂടെ നാരായണനിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, അതാണ് പരായണം. ആ പരാ എന്ന ശക്തി തത്വമായ നിന്നിലേക്ക് നാരായണ അയനം ചെയ്യിക്കുന്നു നീ. ഇത് ഭീഷ്മ പിതാമഹർ അർജുനനോട് പറയുന്നതാണ്. നമ്മളിലൂടെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ. നമ്മളിലൂടെ എന്നാൽ അടുത്ത തലമുറയും ഇത് വായിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മളിലൂടെ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളും അതിൽ പെടുന്നു, എവിടെയോ ഒരു ചെറിയ കണികയായിട്ട്. അതാണ് ഈ വരികളുടെ സത്ത. പരമം യോ മഹത്തേജഃ പരമം യോ മഹത്തപഃ
പരമം യോ മഹദ്ബ്രഹ്മ പരമം യഃ പരായണം. ശ്രീപത്മനാഭ നാരായണ ശരണം. പത്മ.